യഹോവ എലിയോൻ സൃഷ്ടികർത്താ, मेरा पिता बन गया। यहोवा एलियोन सृष्टिकर्ता, मेरा पिता बन गया। अब तो मैं सनात हूँ, अब तो मैं सनात हूँ। എബ്രായ ലേഖനം 5-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. हिब्रू चैप्टर 5 का 8। पुत्र होने पर भी उन्होंने दुख उठाया, दुख सहने के लिए तैयार हो गया और ऐसे आज्ञा मानने के लिए सीखा. പുത്രനെങ്കിലും അവൻ കഷ്ടമനുഭവിച്ചതിലൂടെ അനുസരണം പഠിച്ചു. पुत्र होने पर भी वो आज्ञाकारी बनने के लिए सीखा. ഹല്ലേലൂയ. ഇബ്രായലേഖനം 5-ാം വാക്യത്തിൽ പറയുന്നത്, हिब्रू 5 के 7 में कहते हैं, യേശു ഉറച്ച നിലവിളിയോട് പിതാവിനോട് അഭയാചന കഴിച്ചു. कि कहते कि यीशु ने पुकार के पिता के साथ अपना याचना बताया, ദൈവത്തിന്റെ കരുണയ്ക്കായി യാചിച്ചു, कि परमेश्वर की करुणा के लिए विनती किया, ദൈവസന്നിധിയിൽ നിലവിളിച്ചു, परमेश्वर के सामने गिड़गिड़ाया, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ये कटोरा मेरे में से हटाने के लिए प्रार्थना किया. അടുത്ത വാക്യങ്ങളിൽ പറയുന്നത്, अगले आयत में कहता है, അവന് മറുപടി ലഭിച്ചു. उसे उत्तर मिला. എന്താണ് മറുപടി ലഭിച്ചത്? क्या उत्तर मिला? ഗത്സമന തോട്ടത്തിലെ നിലവിളിച്ചുള്ള പ്രാർത്ഥനയും അതിന്റെ മറുപടിയും നമുക്കറിയാം. गत्सेमने उन्होंने क्या प्रार्थना किया, क्या उत्तर मिला, हमें पता है. അവന്റെ പാനപാത്രം അവനിൽ നിന്ന് നീക്കിയില്ല, वो कटोरा उससे नहीं हटाया, പക്ഷേ ദൈവനെ ശക്തീകരിപ്പാനിടയായി. लेकिन परमेश्वर उसको सामर्थ्य दिया. ഇവിടെ പറയുകയാണ്, അവൻ പുത്രനാണെങ്കിൽ പോലും. यहाँ कहते वो पुत्र होने के बावजूद, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ്. वो बहुत ही खास एक पद है. ദൈവപുത്രൻ അല്ലേ? वो परमेश्वर का पुत्र है. ദൈവപുത്രനാണ്. वो परमेश्वर का पुत्र है. ഒരു വലിയ പൊസിഷൻ അല്ലേ അത്? एक बड़ा पोजीशन है वो. നമ്മളൊക്കെ ദൈവത്തിന്റെ മക്കളാണ്, हम सब परमेश्वर के बच्चे हैं. അങ്ങനെ പറയുന്നതിലും അധികം വലിയ പൊസിഷനാ ദൈവപുത്രൻ എന്നുള്ള പൊസിഷൻ. उससे भी बड़ा पद है परमेश्वर का पुत्र. പിതാവിനോടുള്ള സമത്വം ഉണ്ടായിരുന്നവൻ, पिता के साथ समानता था. ആ സമത്വം വിട്ടിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവൻ, वो समानता छोड़ के पृथ्वी में उतर आया. ഇപ്പോൾ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങുന്നവൻ, अभी वेश में इंसान बन के जी रहे हैं. ഇപ്പോഴും അവൻ പുത്രൻ തന്നെയാണ്. अभी भी वो पुत्र है. आमीन. പുത്രന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? पुत्र को प्रार्थना करने की जरूरत है क्या? പുത്രനെ നിലവിളിക്കേണ്ട ആവശ്യമുണ്ടോ? क्या पुत्र को पुकारने की जरूरत है? സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ ഇല്ല. अगर इस मानसिक तौर पे सोचेगा तो नहीं है. പക്ഷെ അവൻ വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്നത് കൊണ്ട്, वो वेश में इंसान बन के आया के നമ്മെ പോലെ തന്നെ അവൻ ജഡത്തിൽ അവതരിച്ചത് കൊണ്ട്, हमारे जैसे वो शरीर में आया बोल के, നാം എന്ത് ചെയ്യുന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമോ അവൻ അത് ചെയ്യുകയാണ്. हम क्या करते थे या हमें क्या करना है वो भी किया. അവൻ പിതാവിനോട് നിലവിളിക്കുക. वो पिता से पुकारा. ഒന്നാമത് ദൈവമക്കളോട് ഞാൻ പറയുന്നു, पहला मैं आपसे कहता हूँ, നിങ്ങളുടെ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും आपके बोझ में നിങ്ങളുടെ പ്രതിസന്ധികളുടെ സമയങ്ങളിൽ आपकी चुनौतियों के समय ദൈവത്തിന്റെ കരുണയ്ക്കായി നിങ്ങൾ നിലവിളിക്കണം. परमेश्वर करुणा के लिए आपको पुकारना है. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു പാപമല്ല. कि पुकार के प्रार्थना करना एक पाप नहीं है. ചിലർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. कुछ लोग इस प्रकार सोचता है, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് ആത്മീകമായിട്ട് സ്ട്രെങ്ത് കുറഞ്ഞവരാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. कुछ लोग इस प्रकार सोचते हैं कि पुकार के प्रार्थना करना वो है जिसको आत्मिकता में बल नहीं है. സ്പിരിച്വൽ മെച്യൂരിറ്റി കൂടി കഴിഞ്ഞാൽ പിന്നെ നിലവിളിക്കത്തില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. कि आत्मिकता में बढ़ने के बाद पुकारता नहीं, इस प्रकार सोचते हैं. നിലവിളിക്കേണ്ട ആവശ്യമില്ലെന്ന് ചിന്തിക്കുന്നവരുണ്ട്. कि पुकारने की जरूरत नहीं, ऐसे सोचते हैं. അങ്ങനെ പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ऐसे कहने वालों को मैंने देखा. അങ്ങനൊന്നും ഞാൻ നിലവിളിച്ചൊന്നും കർത്താവിൽ നിന്നൊന്നും പ്രാപിക്കത്തില്ലെന്ന്. ऐसे में पुकार के परमेश्वर से कुछ प्राप्त नहीं करूंगा. അങ്ങനെയല്ല കേട്ടോ. वैसा नहीं है. അങ്ങനെയാണെങ്കിൽ യേശു കരഞ്ഞത് തെറ്റാ.
अगर ऐसे तो यीशु ने रोया गलत है। യേശുവിനെക്കാട്ടിലും വലിയ ഭക്തരൊന്നും അല്ലല്ലോ നമ്മള്. यीशु से बड़ा भक्त तो नहीं है हम। അവൻ നമുക്കൊരു മാതൃകയല്ലേ. वो हमारे लिए एक नमूना है। കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ जब वो कष्ट में से गुजरा, അവൻ നിലവിളിച്ചു. उन्होंने पुकारा, ഉറച്ച ശബ്ദത്തോടെ നിലവിളിച്ചു. आवाज खोल के पुकारा। നിന്റെ നിലവിളി സ്വർഗത്തെ ചലിപ്പിക്കും. तेरा जो पुकार ना स्वर्ग को चलाएगा। ചില വിഷയങ്ങളുടെ നടുവിൽ ചിലർ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. कुछ विषयों के बीच में कुछ लोग पुकार के प्रार्थना करना है। കർത്താവ് മറുപടി നൽകും. परमेश्वर उत्तर देगा। ഭക്തി അളക്കുന്നത് भक्ति को जो नापता है, നിലവിളിച്ചോ ഇല്ലയോ എന്നുള്ളതിലല്ല. कि पुकारा कि नहीं बोल के नहीं, ഭക്തി അളക്കുന്നത് भक्ति को जो नापता है, കിട്ടിയ മറുപടിയിൽ തൃപ്തി പ്രാപിച്ചോ എന്നുള്ളതിലാണ്. कि मिला हुआ उत्तर में तृप्त हुआ कि नहीं। आमीन। കിട്ടിയ മറുപടി എന്താ? मिला हुआ उत्तर क्या है? പാനപാത്രം നീക്കുമെന്നല്ല. कि कटोरा हटाएगा बोल के नहीं। കിട്ടിയ മറുപടി നിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു, ഇനി നീ ക്രൂശിൽ കയറണ്ട എന്നതല്ല. कि तेरा प्रार्थना स्वीकार किया भी तुझे सूली पे नहीं चढ़ना, ऐसा नहीं। നിലവിളിച്ചത് അതിനു വേണ്ടിയാ, पुकारा उसके लिए, പക്ഷെ മറുപടി ആഗ്രഹിച്ചതല്ല. कि उत्तर क्या इच्छा रखा। ഭക്തി അളക്കുന്നത് भक्ति जो नापता है, ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിലും, कि भले जो चाहा नहीं मिला, അപേക്ഷിച്ചത് जो കിട്ടിയില്ലെങ്കിലും मांगा नहीं मिला, പിതാവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ അവിടെയാണ് നമ്മുടെ ഭക്തിയുടെ ആഴം അളക്കപ്പെടുന്നത്. जो पूछा भले वो नहीं मिला, पिता का इच्छा में कि हम अपने आप को समर्पण कर पाए, वहां है जो भक्ति को नापा जाता है। ഭക്തിയുടെ ആഴം, भक्ति का जो गहराई। ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ പോകുകയാണ്. मैं अभी और एक बात कहता हूँ। യേശുവിന്റെ ഭക്തിക്ക് ഭയങ്കര ആഴമായിരുന്നു. यीशु की भक्ति को काफी गहरा था। എന്ത് ആഴമായിരുന്നത്? कितना गहरा था? യേശു പറയുകയാണ്, പിതാവേ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണം. यीशु कहते, पिता ये कटोरा मुझ में से हटा। പിതാവ് പറഞ്ഞു നീക്കുകയില്ല. पिता ने बोला नहीं हटाऊंगा। ഓ ഹല്ലേലൂയ. അപ്പോൾ യേശു പറയുക, तब यीशु कहता है ഞാനത് സ്വീകരിക്കാം. मैं वो स्वीकार करता അതിന് हूं। പറഞ്ഞ പേര് അനുസരണം. उसको कहते अनुशासन। അവൻ അനുസരിക്കാൻ തയ്യാറായി. वो पालन करने को तैयार हुआ। പിതാവേ അങ്ങനെയാണെങ്കിൽ നിന്റെ ഇഷ്ടം എന്നിൽ നടക്കട്ടെ. तो उसने बोला पिता ऐसा है तो तेरी इच्छा मुझ में पूरा हो। അപ്പോൾ പിതാവിന്റെ ഇഷ്ടം നടക്കണമെങ്കിൽ, अगर पिता का इच्छा होना है അനുസരിക്കണമെങ്കിൽ, तो पालन करना है तो അതിന് നാം കൊടുക്കേണ്ട വില വളരെ വലുതാണ്. उसको जो कीमत बहुत महंगा है। ചിലര് കേട്ടില്ല, कुछ लोगों ने नहीं सुना, ചിലര് കേട്ടില്ല. कुछ लोगों ने नहीं सुना। പിതാവിന്റെ ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ पिता का इच्छा तुम्हारा जीवन में होना है അതിന് तो ചിലപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരും. उसके लिए कभी ज्यादा मूल चुकाना വില है। കൊടുക്കലാണ് നിന്റെ ഭക്തിയെ അളക്കുന്നത്. वो मूल चुकाना तेरी भक्ति को नापता है। ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ നമ്മുടെ ഭക്തി അളക്കപ്പെടും കേട്ടോ. कभी कभी हमारा भक्ति नापा जाता है। ആ ഭക്തി അളക്കപ്പെടുമ്പോൾ वो भक्ति जब नापा जाता है, അതിന് നാം കൊടുക്കുന്ന തെളിവാണ് उसको जो हम देने वाला सबूत है ആ ക്രൂശ്. वो सूली। കേട്ടില്ല, നിങ്ങൾ കേട്ടില്ല. आपने सुना नहीं। എന്റെ ചോദ്യം, मेरा सवाल യേശു കഷ്ടാനുഭവങ്ങളിലൂടെ അനുസരണം പഠിച്ചെന്നല്ലേ? कि यीशु कष्ट में से पालन करना सीखा। അതൊരു വളരെ മാനുഷികമായ ഒരു ടെർമിനോളജിയാണ്. നമ്മളൊക്കെ കഷ്ടങ്ങളിലൂടെ അനുസരണം പഠിക്കണം. പക്ഷേ ദൈവപുത്രൻ അങ്ങനെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? वो इंसानी सोच के से हमें तो कष्ट में से पालन करना सीखना है। क्या परमेश्वर को पुत्र को भी ऐसा सीखना है? പിന്നെ ഇബ്രാഹിം കർത്താവ് എഴുതുന്നതിന്റെ അർത്ഥം എന്താ? इब्राहिम में परमेश्वर ऐसा क्यों लिखा? ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. मैं वो लिख कह के बताता हूँ। അവൻ ആദ്യം മുതലേ പിതാവിനെ അനുസരിക്കുന്നവനാ. वो पहले से पिता को पालन करता അവന്റെ था। ശുശ്രൂഷയിൽ ഓരോ ചുവടും പിതാവിന്റെ ശബ്ദം കേട്ട് പിതാവ് പറയാൻ ഏൽപ്പിച്ചത് അതുപോലെ പറഞ്ഞ് അവൻ ശുശ്രൂഷ ചെയ്തത്. कि उसका सेवक के आरंभ से उसने पिता ने जैसे कहा उसी प्रकार उसने किया। പക്ഷെ ക്രൂശ് लेकिन जो क्रूस था ആ അനുസരണത്തിന്റെ തെളിവായിരുന്നു. वो पालन करने का सबूत था। ഹലോ, ക്രൂശ് ആ അനുസരണത്തെ ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തതാ. क्रूस जो है वो पालन करने को दुनिया के सामने നീ दिखाया। അനുസരിക്കുന്നു എന്ന് ലോകം അറിയണമെങ്കിൽ, तू पालन करते बोल के दुनिया നീ जानना है तो, അനുസരിക്കുന്നവനാണെന്ന് ലോകം അറിയണമെങ്കിൽ, तू पालन करने वाला है നീ करके दुनिया जानना है അനുസരണം तो, പഠിച്ചവനാണെന്ന് ലോകം അറിയണമെങ്കിൽ, कि तूने पालन करना सिखा करके दुनिया जानना है तो, നിന്റെ ജീവിതത്തിലെ ക്രൂശീകരണ അനുഭവത്തിലൂടെ മാത്രമേ അത് और വെളിപ്പെടുകയുള്ളൂ. तेरे जीवन के क्रूसी के अनुभव से ही होगा। അതൊരു പക്ഷെ കഷ്ടാനുഭവങ്ങളിലൂടെ ആയിരിക്കും. वो शायद कष्ट में से होगा। അതൊരു പക്ഷെ പ്രതികൂലങ്ങൾ നേരിടുമ്പോൾ നീ എടുക്കുന്ന തീരുമാനങ്ങളിലൂടെ ആയിരിക്കും. हो सकते हो जब चुनौती सामना करते तो उठाने वाला निर्णय से होगा। ഓടിപ്പോകുകയല്ല, भाग के जाना नहीं, ഹല്ലേലൂയ, ഏറ്റെടുത്തുകൊണ്ട് कि लेके
കഷ്ടം അനുഭവിച്ചുകൊണ്ട് कष्ट को उठा के, പിതാവേ നീ എനിക്കിത് നൽകിയതെങ്കിൽ पिता अगर तूने मुझे दिया है ഞാനിത് तो സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് मैं ये स्वीकार करता हूँ। ദൈവ ഇഷ്ടത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ परमेश्वर की इच्छा के लिए जब देते समर्पण करते हैं, ലോകത്തിന്റെ മുമ്പിൽ നീ വിളിച്ചു പറയുകയാ, दुनिया के सामने तू पुकार के कहता है അനുസരണം പഠിച്ചവനാ, कि मैं पालन करना सीखा है। അനുസരിക്കുവാൻ വലിയ സാക്രിഫൈസ് ആവശ്യമാണ്. तो पालन करने के लिए बहुत बड़ा सैक्रिफाइस चाहिए। യേശു അത് തെളിയിച്ചു. यीशु ने वो साबित किया। ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. मैं और एक बार दोबारा कहता हूँ, ഭക്തിയുടെ ആഴം അളക്കുന്നത്, भक्ति का जो नाप लेता है, ഭക്തിയുടെ ആഴം എങ്ങനെ അളക്കുന്നത്? भक्ति का नाप कैसे लेता है? ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകാതിരിക്കുമ്പോഴാ, जब तेरी प्रार्थना को परमेश्वर उत्तर नहीं देता। ഭക്തിയുടെ ആഴം അളക്കുന്നത്, भक्ति का जो नापता है, ആഗ്രഹിച്ച് ചോദിച്ചത് തരാതെ മറ്റൊന്ന് ദൈവം തരുമ്പോഴാ, जो तूने पूछा वो नहीं दिया, दूसरा कुछ देते तभी। ഇവിടെ പുത്രനായി യാചിച്ചതല്ലേ? यह पुत्र ने मांगा। ആരാണ്? कौन? നമ്മളിൽ ആരുമല്ല, हमें से कोई नहीं, പിതാവിനോട് സ്വന്തം പുത്രൻ, पिता से खुद का बेटा, ഏകജാതനായ പുത്രൻ. एक लौटा पुत्र। വാക്കിനൊക്കെ അർത്ഥമുണ്ട്. ഏകജാതന, उस वाक्य का अर्थ है അങ്ങനെ ഒരു പുത്രനേ ഉള്ളൂ. ऐसे एक ही पुत्र है, അങ്ങനെ ഒരു പുത്രനേ ഉള്ളൂ. ऐसे एक ही पुत्र ആ है। സീറ്റിൽ ഇരിക്കുന്ന ഒരു പുത്രനേ ഉള്ളൂ. वो सीट पे ആ बैठने वाला एक ही പൊസിഷനിൽ पुत्र है। ഇരിക്കുന്ന ഒരു പുത്രനേ ഉള്ളൂ. वो पोजीशन बैठने वाला एक ही पुत्र है। അവൻ ചോദിച്ചിട്ട് പോലും वो पूछने के बावजूद പിതാവ് അവന്റെ ഇഷ്ടത്തെ കൊടുത്തില്ല. पिता ने उसकी इच्छा को नहीं दिया। പിന്നെന്ത് ചെയ്തു? फिर क्या दिया? മറുപടി കൊടുത്തു. उत्तर दिया। ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. अगला स्टेटमेंट आप ध्यान देना। മറുപടി എന്തുകൊണ്ടാ കൊടുത്തെന്ന് അറിയാമോ? उत्तर क्यों दिया? മറുപടി എന്തുകൊണ്ടാ കൊടുത്തത്? അവിടെ എഴുതിയിരിക്കുന്നത് പുത്രനായതുകൊണ്ട് മറുപടി കൊടുത്തെന്നല്ല എഴുതിയിരിക്കുന്നത്. वो इसके लिए नहीं दिया कि पुत्र है बोल के उत्तर दिया, അങ്ങനല്ല എഴുതിയിരിക്കുന്നത്. वैसा नहीं लिखा। മറുപടി കൊടുത്തത് उत्तर दिया ഭയഭക്തി നിമിത്തമാ. कि भय भक्ति की वजह से, പുത്രന്റെ ഭക്തി കണ്ടുകൊണ്ടാ മറുപടി കൊടുത്തത്. उसका भक्ति देख के उत्तर दिया। എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? कितने लोगों को समझ में आ रहा? आमीन। അവിടെ ഇങ്ങനെ എഴുതിയില്ല, ഇത് ദൈവത്തിന്റെ ഏകപുത്രനായതുകൊണ്ട് മറുപടി കിട്ടിയെന്ന് എഴുതിയില്ല. वहाँ ऐसा नहीं लगा परमेश्वर का एक लौता पुत्र बोल के उत्तर दिया। മറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പുത്രന്റെ ഭക്തി കണ്ടിട്ട്, वहाँ इस प्रकार लगा पुत्र का भक्ति को देख ഭക്തിയുടെ के, ആഴം കണ്ടിട്ട് भक्ति का गहराई देख के ദൈവം അവന് മറുപടി കൊടുത്തു. परमेश्वर ने उसे उत्तर दिया। ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ, ध्यान देना, എനിക്കും നിനക്കും പ്രാർത്ഥനയുടെ മറുപടി കിട്ടണമെങ്കിൽ अगर मुझे और आपको प्रार्थना का उत्तर मिलना है അതിന് तो വെറും കണ്ണുനീര് പോരാ, उसमें खाली आंसू नहीं चलेगा। ആഴത്തിലുള്ള ഒരു ഭക്തി आमीन ഉണ്ടാകണം. आमीन आमीन। गहराई में एक भक्ति होना है। ഹലോ, എത്ര പേർ കേൾക്കുന്നുണ്ട്? എത്ര പേർ ആഴത്തിലുള്ള ഒരു ഭക്തിയുള്ളവരാണ്? कितने लोग गहराई में एक विश्वास करेगा, ഒരു ഡിവോഷൻ, സമർപ്പിതമാകുന്ന ഒരു ജീവിതം നയിക്കുന്നവരാണ്. एक समर्पण के जीवन जिएगा। നമ്മളൊക്കെ ഉഴപ്പരാ കേട്ടോ. हम सब आलसी हैं, അതുകൊണ്ട് നമ്മുടെ പല പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടാം. इसके हमारे काफी सारे प्रार्थना को उत्तर नहीं मिलता। പ്രാർത്ഥനയുടെ മറുപടി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? प्रार्थना का उत्तर का अर्थ क्या है? ചോദിച്ചത് തന്നെന്നല്ല, जो मांगा वो दिया वो नहीं, തരുമോ ഇല്ലയോ എന്ന് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. कि देगा कि नहीं देगा वो भी नहीं कहा। തരുമെന്ന് പറഞ്ഞാലും മറുപടിയാണ്, തരുന്നില്ലെന്ന് പറഞ്ഞാലും മറുപടിയാണ്. देगा कहा तो भी उत्तर है, नहीं देगा कहा तो भी उत्तर है। പിതാവിനോട് പുത്രൻ ആവശ്യപ്പെട്ടത് ഈ പാനപാത്രം മാറ്റണമെന്നാ. पिता से पुत्र ने बोले कटोरे को हटा, മാറ്റത്തില്ലെന്നുള്ളതാണ് ഉത്തരം. उत्तर है कि नहीं हटाऊंगा, അതും മറുപടിയാ. वो भी उत्तर है। പക്ഷെ ദൈവം നമ്മളോട് ഇതുവരെ തരുമെന്നും പറഞ്ഞിട്ടില്ല, തരുന്നില്ലെന്നും പറഞ്ഞിട്ടില്ല. आज तक परमेश्वर हमें ना देगा कहा ना नहीं देगा എന്താ कहा। കാരണം എന്നറിയാമോ? कारण क्या है? സ്വർഗത്തെ ചലിപ്പിക്കത്തക്കവണ്ണം നമ്മുടെ ഭക്തിയുടെ ആഴം വർദ്ധിച്ചിട്ടില്ല. कि स्वर्ग को हिलाने के लिए हमारा विश्वास की गहराई नहीं बढ़ा है। നമുക്കെല്ലാം ചിലരിനെ കേൾക്കണമേ. कि आज आप मुझे सुनना, നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതം ആഴത്തിലുള്ള സമർപ്പണമുള്ള ക്രിസ്ത്യ ജീവിതമായി തീരട്ടെ. आपका जो मसीह जीवन है गहराई में समर्पण वाला मसीह जीवन बने। സ്വർഗത്തിന് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം മറികടന്ന് പോകുവാൻ കഴിയാത്ത അത്ര ആഴമുള്ള ഭക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. स्वर्ग आपके पुकार को पार नहीं कर पाए उस प्रकार की विश्वास आप में हो। ഭക്തി ജീവിതത്തിലൂടെ തെളിയിക്കുവാൻ ഇടയായി തീരട്ടെ. विश्वास जीवन से आप साबित करें ഭക്തി തെളിയിക്കുവാൻ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നതാണ് നിങ്ങളുടെ ശരീരം. कि विश्वास को साबित करने प्रकट करने के लिए परमेश्वर हमें शरीर दिया है। നിങ്ങളുടെ ശരീരമുണ്ടല്ലോ, നിങ്ങളുടെ ബോഡി ഉണ്ടല്ലോ, तुम्हारा जो शरीर है അതിന് വലിയ പർപ്പസ് ഉണ്ട് കേട്ടോ. उसका बहुत पद्धति है। ഒത്തിരി കാര്യങ്ങൾ വേദോസത്തിൽ നമ്മുടെ ശരീരത്തെ കുറിച്ച് പറയുന്നുണ്ട്. बहुत सारी बातें शरीर के बारे में वचन में നമ്മൾ कहता है। പറയും നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടതാണ്, ആത്മാവ് വിശുദ്ധമാണ്, ബോഡി ഇങ്ങനെയൊക്കെ ആയിക്കോട്ടെ എന്ന് പറയും. हम कहते हैं आत्मा उद्धार पाया है, उद्धार पाया है, आत्मा पवित्र है। ആത്മാ പവിത്ര.
इसलिए हम हमेशा आत्मा को एक ऊंचा स्थान दे रहे और अपना शरीर को हम निकम्मी समझते हैं. അതുകൊണ്ട് നമ്മൾ ആത്മാവിന് ശ്രേഷ്ഠ സ്ഥാനവും ശരീരത്തിന് തുച്ഛമായി തോന്നുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയല്ല കേട്ടോ. वैसा नहीं है. ആത്മാവ് വസിക്കുന്ന കൂടാണ് നമ്മുടെ ശരീരം. कि आत्मा वास करने वाला जो तंबू हमारा शरीर है. ശരീരത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ये शरीर को महत्वपूर्ण है. ശരീരത്തോടാണ് നിങ്ങൾ ഉയർക്കാൻ പോകുന്നത്. यही शरीर के साथ आप जी उठेंगे. രൂപാന്തരം പ്രാപിക്കുമെന്ന് മാത്രം. रूपांतर पाएंगे. ഇതേ ശരീരത്തോടെ നിങ്ങൾ ഉയർക്കാൻ പോകുന്നത്. यही शरीर से आप जी उठेंगे. അതുകൊണ്ടാണ് നമ്മൾ മരിക്കുമ്പോൾ ആ ശരീരത്തെ മണ്ണിൽ ഏൽപ്പിച്ചിട്ട് പോരുന്നത്. इसके लिए मरते टाइम हम शरीर को मिट्टी में देता है. അവിടെ ഏൽപ്പിച്ചിട്ട് പോരുമ്പോൾ നാം എന്താ പറയുന്നത്? वहां देते आते हम क्या ഒരു कहते हैं? ദിവസം ഈ ശരീരം ഉയർക്കും. एक दिन ये शरीर उठेगा. आमीन. അതേ ശരീരം ഉയർക്കും. वो ही शरीर उठेगा. അതാണ് നമ്മുടെ വിശ്വാസം. वो हमारा विश्वास है. നമ്മെ സംബന്ധിച്ചിടത്തോളം ശരീരം ഒരു മോശപ്പെട്ട വേണ്ടാത്ത കാര്യമല്ല. हमारे लिए शरीर एक तुच्छ या नहीं काम करने वाला चीज नहीं है. വിണ്മയമായിട്ട് രൂപാന്തരപ്പെടേണ്ട ഒന്നാണ് നമ്മുടെ ശരീരം. ये रूपांतर करने वाला एक वस्तु है. അത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ നിസ്തുല്യതയാണ്. कि हमारा जो विश्वास है यूनिक है. അതിനെ കമ്പയർ ചെയ്യാൻ മറ്റൊന്നില്ല പ്രിയമുള്ളവരെ. उसको कंपेयर करने वाला दूसरा कुछ नहीं है. ലോകത്തിലുള്ള എല്ലാ മതങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്ന വിചാരധാര, വ്യത്യസ്തമാകുന്ന ആശയങ്ങൾ, വ്യത്യസ്തമാകുന്ന പഠനങ്ങളാണ് ക്രിസ്തീയ പഠനങ്ങൾ. कि दूसरे जो धर्मों से भी हटके यूनिक है हमारा मसीह जीवन. അതുപോലെ മറ്റൊന്നില്ല. वैसा दूसरा एक नहीं है. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിത്യതയെക്കുറിച്ചുള്ള ലോകത്തിന്റെ മനുഷ്യരുടെ വിശ്വാസം എന്താണെന്ന് പറഞ്ഞു തരുവാനിടയായി തീർന്നല്ലോ. कि मैंने पिछले दिनों बताया कि अनंत जीवन के बारे में लोगों का विश्वास क्या है. ഹല്ലേലൂയ. രക്ഷ പ്രാപിക്കുന്ന വഴികളെ കുറിച്ച് പലതാണ് വിശ്വസിക്കുന്നത്. कि उद्धार पाने के मार्ग के बारे में बहुत सारे लोग बहुत कुछ विश्वास करते ക്രിസ്തീയ हैं. വിശ്വാസം യൂണിക്. അങ്ങനെ ഒരു വിശ്വാസമേ ഉള്ളൂ. कि मसीह जीवन विश्वास जो यूनिक है वैसे एक ही है. രക്ഷയ്ക്ക് പ്രവൃത്തികൾ കാരണമല്ല എന്ന് വിശ്വസിക്കുന്ന ഒറ്റയൊരു വിശ്വാസമേ ഉള്ളൂ. कि उद्धार के लिए कामों का कोई कास नहीं है करके सिर्फ एक ही विश्वास है. ബാക്കി എല്ലാവരും വിശ്വസിക്കുന്നത് achieve your salvation through your works എന്നാണ് വിശ്വസിക്കുന്നത്. बाकी सभी लोग ये विश्वास करते हैं कि उद्धार अपने कर्मों से पाओ. You have to work for your salvation. आपको काम करना आपके उद्धार पाने के लिए. ക്രിസ്തീയ വിശ്വാസം മാത്രമാണ് കൃപയിൽ ആശ്രയിക്കുന്നത്. कि केवल मसीह जीवन है जो अनुग्रह में डिपेंड रहता है. അതുപോലെ മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള ക്രിസ്തീയ വിശ്വാസത്തിന്റെ നിസ്തുല്യത എന്താണെന്ന് അറിയാമോ? उसी प्रकार मृत्यु की बात के जीवन के लिए मसीह जीवन का विश्वास क्या है. ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ഈ ശരീരം ദൈവം തന്റെ കൈകൊണ്ട് സൃഷ്ടിച്ചതാണ്. ഇതിപ്പം മണ്ണാണ്, പക്ഷെ ഇത് വിണ്മയമായിട്ട് മാറേണ്ടതാണ്, രൂപാന്തരം പ്രാപിക്കേണ്ടതാണ്. ഓ ഹല്ലേലൂയ. അതുല്യമാണ് ഈ ശരീരം. कि लेकिन मसीह विश्वास एक सिखाते हैं शरीर जो परमेश्वर अपने हाथों से बनाया है इसको रूपांतर पाना है और बहुत महबूल है. എത്ര പേരെ കേൾക്കുന്നുണ്ട്? कितने लोग मुझे सुन रहे हैं. വിണ്മയമായി മാറേണ്ട ഒരു ये ശരീരമാണ്. रूपांतर पाने वाला है. അതുകൊണ്ടാണ് നമ്മൾ മരിക്കുന്ന വ്യക്തിയെ വളരെ ബഹുമാനത്തോടുകൂടെ ശരീരം മണ്ണിൽ അടക്കിയിട്ട് പോയിരുന്നു. इसके लिए मरा हुआ इंसान को हम आदर के साथ घाट के आते ഒരു हैं. നാൾ അത് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വിശ്വാസത്തോട് एक दिन वो जी उठेगा विश्वास के साथ. ഒരു നാൾ ഈ ശരീരം മടങ്ങി വരുമെന്നുള്ള एक വിശ്വാസത്തോട് दिन ये शरीर लौट आएगा विश्वास के साथ. ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചട്ടെ. आमीन. ഹല്ലേലൂയ. हालेलुया. നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ हमारे विश्वास में जो गहराई में सीखता है അത് നമ്മെ കൂടുതൽ ഉറപ്പുള്ളവരായിരിക്കും. वो हमें और मजबूत करता है. ഇംഗ്ലീഷിൽ 1-2 പുസ്തകങ്ങളുണ്ട്. इंग्लिश में एक दो किताब है. നോ വാട്ട് യു ബിലീവ് എന്ന് പറഞ്ഞൊരു പഴയ പുസ്തകമുണ്ട്. कि एक पुराना किताब है कि जानो आप क्या विश्वास करते നിങ്ങൾ हैं. എന്താ വിശ്വസിക്കുന്നത് നിങ്ങൾ അറിയണം. आप क्या विश्वास करते हैं आपको നമ്മൾ जानना है. അന്ധവിശ്വാസികളല്ല കേട്ടോ. हम कोई अंधविश्वासी नहीं है. കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേ പഠിക്കണം നമ്മൾ എന്താ വിശ്വസിക്കുന്നത്. छोटे बच्चे होते तभी भी सीखना है क्या हम विश्वास അതിൽ करते हैं. എന്തെങ്കിലും ഉണ്ടോ? उसमें कुछ है क्या. ഉണ്ടെ വിശ്വസിച്ചാ മതി. है तो विश्वास करना है. ഹല്ലേലൂയ. അപ്പൊ ഈ ശരീരം വളരെ പ്രധാനപ്പെട്ടതാണ്. ये शरीर बहुत खास है. ഈ ശരീരം വിണ്മയമായി തീരേണ്ട ശരീരമാണ്. ये शरीर रूपांतर पाना है. ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ये शरीर परमेश्वर का मंदिर है. ദൈവത്തിന്റെ ആത്മാവിതിലാണ് വസിക്കുന്നത്. परमेश्वर का आत्मा इसमें वास करता है. നോ യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് എന്ന വചനം എഴുതിയിരിക്കുന്നു. वचन कहते हैं तुम परमेश्वर के मंदिर हो. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. तुम्हारा शरीर परमेश्वर का मंदिर है. ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മാവ് പവിത്രമാണ്. ഈ ശരീരം എങ്ങനെയും ജീവിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കരുത്. इसलिए ये मत सोचना आत्मा पवित्र है शरीर कैसे भी जी सकता है. ഒരു ആലയത്തിനുള്ള പവിത്രത ഈ ശരീരത്തിൽ ഉണ്ടാകണമെന്ന് एक അർത്ഥം. मंदिर में जो पवित्रता है वो शरीर में होना है. ഇനി ചില വാക്യങ്ങൾ നിങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ अभी कुछ वचन आप पढ़ेंगे तो റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ പറയുന്നത് रोमियो 12 का पहले वचनों में कहता है ഏറ്റവും നല്ല സാക്രിഫൈസ് എന്ന് പറയുന്നത്, सबसे अच्छा बलिदान, ഏറ്റവും നല്ല വർഷിപ്പ് എന്ന് പറയുന്നത്, सबसे अच्छा आराधना, ഏറ്റവും നല്ല വർഷിപ്പ് ഏതാണെന്നറിയാമോ? सबसे अच्छा आराधना क्या है. ഹല്ലേലൂയ. അഹരോൻ ധൂപദാനിയും പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഹരോൻ ധൂപകലശവും പിടിച്ചുകൊണ്ട്
മരിച്ചവർക്കും ജീവനുള്ളവർക്കും ഇടയിൽ നിന്നെന്ന് അല്ലേ? कि आरोन ने क्या किया, धूपदानी पकड़ के मरे हुए जिंदा लोगों के बीच में खड़ा ഈ हुआ। ധൂപകലശം എന്ന് പറഞ്ഞ ആരാധനയെ കാണിക്കുന്നതാ. ये जो धूपदानी है आराधना को दिखाता है। ഹല്ലേലൂയ. ഏറ്റവും നല്ല ആരാധന എന്താണെന്നറിയാമോ? सबसे अच्छा आराधना क्या है? റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം ഒന്ന് വായിച്ചേ. कि रोमियो 12 का पहला ആ, അവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ നിങ്ങളെ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ബുദ്ധി ഉപദേശിക്കുന്നു. ഹല്ലേലൂയ. Therefore, इसीलिए का मतलब क्या है? इसीलिए अंग्रेजी में क्या लिखा है? Therefore, I urge you, brothers and sisters, in view of God's mercy, in view of God's mercy. That's a view. That's a concept. So, റോമാലേഖനം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ कि रोमियो लेखन 1 से लेकर 11 तक के he अध्याय presented a view. उसने एक राय बताया, He presented a concept. उसने एक कॉन्सेप्ट बताया। ആ കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ട് പറയുകയാ, वो कॉन्सेप्ट रख के कहता है in view of God's mercy. कि परमेश्वर की दया में ആ കൺസെപ്റ്റ് എന്താ? वो विचार क्या है, റോമാലേഖനത്തിന്റെ കൺസെപ്റ്റ് എന്താ? कि रोमा लेखन का विचार क्या है, റോമാലേഖനത്തിന്റെ കേന്ദ്ര ആശയം എന്താ? रोमा का किताब का केंद्र विषय क्या है, കൃപ. अनुग्रह। ഹല്ലേലൂയ. എന്താ റോമാലേഖനത്തിന്റെ കേന്ദ്ര ആശയം? क्या दिखाते हैं रोमियो लेखन में, കൃപയാലുള്ള രക്ഷ. कि अनुग्रह से जो उद्धार है, परमेश्वर की दया। ഈ 11 അധ്യായം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്നറിയാമോ? 11 अध्याय क्या कहा, ഓ മനസ്സലിവ്, कि दया, ദൈവത്തിന്റെ കരുണ, परमेश्वर का ദൈവത്തിന്റെ अनुग्रह, കൃപ. परमेश्वर का അപ്പോൾ अनुग्रह। പൗലോസ് പറയുകയാണ്, और पौलुस कहता है ഇത്രയും നേരം പറഞ്ഞ വ്യൂ, ആ ഒരു കൺസെപ്റ്റിനെ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് പറയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ കൃപയെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ പറയുക. उसका अर्थ ये है कि आपको जो मिला वो अनुग्रह को मैं याद दिला के कहता हूँ। അതുകൊണ്ട് സഹോദരന്മാരെ, इसलिए भाइयों സഹോദരിമാരെ, बहनों, അവിടെ ന്യൂ ഇന്റർനാഷണൽ വേർഷൻ എഴുതിയിരിക്കുന്നത്, therefore I urge you brothers and sisters. hallelujah. वहाँ लिखे भाइयों और बहनों। ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ. hallelujah. ഒരുവിധപ്പെട്ട പല ട്രാൻസ്ലേഷനും അങ്ങനെ സഹോദരന്മാരും സഹോദരിമാരും എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ലിംഗഭേദമൊന്നുമില്ല. പുരുഷനും സ്ത്രീയും സഹോദരനും സഹോദരി എല്ലാം എന്ത് ചെയ്യണം? അടുത്ത വാക്യങ്ങൾ വായിച്ചാട്ടെ. ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ കൃപയെ ഓർപ്പിച്ച്, ഇത്രയും നേരം പഠിപ്പിച്ച കൃപയെ ഓർപ്പിച്ച് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. कि इतना देर जो सिखाया उस पे बोलता दया स्मरण करके मैं तुम्हें कहता हूँ। ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി, अपने शरीर को जीवन और पवित्र या बलि बनाकर, നിങ്ങളുടെ ശരീരത്തെ യാഗമായി സമർപ്പിക്കണം. आपके शरीर को बलि बना के समर्पण അതെങ്ങനെ करना है। യാഗമായി സമർപ്പിക്കുന്നത്? वो कैसे? ഹല്ലേലൂയ. യാഗം ഒരു വലിയ സാക്രിഫൈസ് അല്ലേ? വേണ്ടെന്ന് വെക്കുന്ന അവസ്ഥയാണ് യാഗം. ये जो बलि है नहीं चाहिए वैसा रखता है। നിങ്ങൾ ആ സാക്രിഫൈസ് നിങ്ങളുടെ ശരീരത്തിൽ ചിലതിന്റെ മേൽ നിങ്ങൾ ചെയ്യുമ്പോൾ, तुम वो जो बलिदान शरीर में कुछ चीजों पे वो करता है, അതൊരു വലിയ യാഗമായി തീരുകയാ. हमें वो बहुत बड़ा बलि बनता है। വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? क्या तुम विश्वास कर सकते हैं? വേണ്ടാത്ത ചിലതിനെയൊക്കെ ഈ ദോഷങ്ങളിൽ നിങ്ങളൊന്ന് സാക്രിഫൈസ് ചെയ്യണം. जो नहीं चाहिए वैसा सबको इन दिनों में बलिदान। എത്ര പേർ കേൾക്കുന്നുണ്ട് എന്നെ? कितने लोग सुन रहे हैं मुझे? അങ്ങനെ ഒരു ജീവിതം വലിയ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം കേട്ടോ. वैसा जीवन बहुत आशीषित से भरा हुआ जीवन है। ഹല്ലേലൂയ. അങ്ങനെ നിന്നെ നന്നാക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? ऐसे तुझे अच्छा करने का उद्देश्य നീ क्या है? അനുസരണം പഠിക്കണം. तुझे पालन करना ഈ सीखना है। കഷ്ടങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോൾ, ये कष्ट में से जब तू ആ जाता है, അഗ്നിയിലൂടെ നീ കടന്നു പോകുമ്പോൾ, वो जो अग्नि से तू നിന്റെ जाता है, ശരീരത്തിൽ ചില പീഡകൾ കടന്നു വരുമ്പോൾ, जब तेरे शरीर में कुछ पीड़ा आता there है, is a purpose behind that. उसके पीछे एक कारण है। അതൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത്. वो एक उद्देश्य के साथ നീ करता അതിൽ है। നിന്നും അനുസരണം പഠിക്കും. तू उसमें से तू अनुशासन सीखता നീ है। അനുസരണം പഠിക്കുന്നത് കൊണ്ട് എന്ത് ഗുണം ഉണ്ടാകും? तू अनुशासन सीखने से നീ क्या होता है? തികഞ്ഞവനായി തീരും. तू पूर्ण होगा, നീ സിദ്ധത പ്രാപിക്കും. तू सिद्ध होगा। അതുകൊണ്ട് വചനം പറയുന്നത്, इसलिए वचन कहता है കഷ്ടത, कष्ट, സഹിഷ്ണുതയും, സഹിഷ്ണുത. അയ്യോ, എത്ര അമേസിംഗ് ആയിട്ടുള്ള വാക്യമാണ് കേട്ടോ. കഷ്ടത എവിടെ ഉണ്ടാകുന്നത്?
कष्ट कहाँ होता है? കഷ്ടത ശരീരത്തിലാണ് ഉണ്ടാകുന്നത്. शरीर में होता है. ഹല്ലേലൂയ. हालेलुया. ശരീരത്തിൽ ആ കഷ്ടത അനുഭവിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താ? शरीर में कष्ट उठाने का गुण क्या है? നമ്മൾ ചെയ്ത തെറ്റിന് സ്പോട്ട് വെച്ച് തല്ല് കിട്ടുന്നതുകൊണ്ടുള്ള ഗുണം എന്താ? हम जो गलती करते हैं ऑन द स्पॉट मार मिलने का അത് गुण क्या നമ്മളെ है? അനുസരണം പഠിപ്പിക്കും. वो हमें अनुशासन सिखाता ആ है. അനുസരണം നമ്മളെ സഹിഷ്ണുതയുള്ളവരാക്കും. वो अनुशासन हमें सिद्ध ആ करता है. അനുസരണം നമ്മളെ പെർഫെക്റ്റ് ക്രിസ്ത്യൻ ലൈഫിന് വേണ്ടി ഒരുക്കും. वो अनुशासन हमें सही मसीह जीवन के लिए तैयार करते നിങ്ങൾക്ക് हैं. സിദ്ധതയുള്ള ഒരു ദൈവവിധനെ ജീവിക്കണമോ? अगर आपको सिद्ध वाला एक परमेश्वर का बच्चा बनना സിദ്ധൻ है, എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? सिद्ध आपने सुना है? അവൻ नहीं ചിലത് कहते? പ്രാപിച്ചവനാ. वो कुछ प्राप्त किया നിങ്ങൾക്ക് है. സിദ്ധനായി തീരണമോ? अगर आपको सिद्ध बनना है, സിദ്ധതയുള്ളവനായി തീരണമോ? आपको सिद्ध के साथ बनना है तो ഭക്തിയുടെ ആഴമുള്ളവനായി തീരണമോ? भक्ति का गहराई वाला बनना है. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നവനായി തീരണമോ? प्रार्थना का उत्तर मिलने वाला बनना है. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കട്ടെ. आपके शरीर को जीवन और पवित्र बलि बना के आप जरा ഒരു दो. ബലിയുടെ പ്രോസസ് നിങ്ങളുടെ ശരീരത്തിലൂടെ കടന്നു പോകട്ടെ. एक बलि का प्रोसेस आपके शरीर के द्वारा होने നിങ്ങളുടെ दो. ശരീരത്തിൽ ഒരു ക്രൂശീകരണം ഉണ്ടാകട്ടെ. आपके शरीर में एक क्रूशीकरण होने നിങ്ങളുടെ दो. കണ്ണുകൾ ക്രൂശിക്കപ്പെടട്ടെ. आपके आंखें क्रूशित നിങ്ങളുടെ होने दो. ചെവികൾ ക്രൂശിക്കപ്പെടട്ടെ. आपके कान क्रूशित നിങ്ങളുടെ होने दो. കൈകാലുകൾ ക്രൂശിക്കപ്പെടട്ടെ. आपके हाथ पे क्रूशित होने മറ്റൊരു दो. ഭാഷയിൽ പറഞ്ഞാൽ दूसरे एक भाषा में നിങ്ങൾ कहेगा, വിശുദ്ധിയിലൊന്ന് വളരട്ടെ. आप पवित्रता में बढ़े. വിശുദ്ധിയിൽ നിങ്ങൾ വളരുമ്പോൾ, जब आप पवित्रता में ഓ बढ़ेंगे, പവിത്രതയിൽ നിങ്ങൾ जब വളരുമ്പോൾ, आप पवित्रता में बढ़ेंगे, ഹല്ലേലൂയ. ഭയഭക്തി കണ്ടിട്ട്, भय भक्ति देख के. ആരുടെ ഭയഭക്തി? किसकी भय भक्ति? ജീവിതത്തിലെ ഭയഭക്തി കണ്ടിട്ട് आपके जीवन का भय भक्ति देख के സ്വർഗത്തിന് മറുപടി വരുമെന്ന്. स्वर्ग से उत्तर आएगा. സ്വർഗത്തിന് മറുപടി വരുമെന്ന്. स्वर्ग का उत्तर आएगा. ഏലിയ ഒറ്റ വിളി വിളിച്ചാൽ മതി, एलिया एक ही बार पुकारा, സ്വർഗം ചായച്ചടങ്ങി വരും. स्वर्ग उत्तर क्या आएगा? കാരണം എന്നറിയാമോ? कारण क्या है? ഒരാള് വേറെയാ. वो व्यक्ति अलग है. വിശുദ്ധിയിൽ വേർപാടിൽ വേറിട്ട് നിൽക്കുന്നവനാ. वो पवित्रता में अलग होकर रुकता है. मैं എന്നെ रुकता है. കേൾക്കുന്ന ദൈവോയിതലേ, मुझे सुनने वाले परमेश्वर के बच्चों, വിശുദ്ധിയിൽ വേർപാടിൽ പ്രാർത്ഥനയിൽ നീ വേറിട്ട് നിൽക്കുന്നവനാണ്. पवित्रता में अलग बंदा में शरीर और प्रार्थना में अगर तू अलग बन के रहेगा, ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി ഏൽപ്പിക്കുന്നവനാണ്. तुम्हारा शरीर को जीवित और पवित्र बलि बना के तुम देगा. വേണ്ടാത്തതിനെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാൻ തയ്യാറുള്ളവനാകുന്നു. जो नहीं चाहिए उसको शरीर जीवन से हटाने को तैयार होगा तो ഹല്ലേലൂയ. സ്വർഗത്തിന്റെ മറുപടി നിനക്കായി വെളിപ്പെടാൻ പോകുകയാണ്. स्वर्ग का उत्तर तुम्हारे लिए प्रकट होगा. നീ ഒരു സിദ്ധനായി മാറാൻ പോകുകയാണ്. तू एक सिद्ध बनेगा. അനുസരണം പഠിച്ച് തികഞ്ഞവനാകാൻ പോകുകയാണ്. कि पालन करना सीख के तुम सिद्ध बनोगे. അങ്ങനെ തികഞ്ഞവനുള്ള ഗുണം എന്താ? ऐसे सिद्ध होने से गुण क्या है? തികഞ്ഞവന് ഗുണമുണ്ട് കേട്ടോ. सिद्ध है उसको गुण है. ഹല്ലേലൂയ. തികഞ്ഞവൻ സാധാരണക്കാരനല്ല. जो सिद्ध है वो साधारण नहीं ശ്രദ്ധിക്കണമേ है. നിങ്ങൾ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, पौलुस कोरिन्थियों में इस प्रकार कहता है, നിങ്ങളോട് ആത്മികരോട് എന്നവണ്ണമല്ല ജഡികരോട് എന്നവണ്ണമാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കേണ്ടത്. कि मैं तुमसे आत्मिक बन के या शारीरिक बन के बात करना है. ജഡികന്റെ പ്രശ്നം എന്താ? शरीर का प्रश्न क्या है? ജഡികൻ ഇപ്പോഴും കുഞ്ഞാ. वो अभी भी बच्चा है. ജഡികൻ ഇപ്പോഴും കയ്യിൽ ഫീഡിംഗ് ബോട്ടിൽ പിടിച്ചോണ്ടിരിക്കുക. कि जो शरीर है जो अभी भी फीडिंग बोतल के साथ है. शारीरिक जो इंसान है अभी भी हाथ में फीडिंग बोतल पकड़ के बैठा है. ഹല്ലേലൂയ. ഫീഡിംഗ് ബോട്ടിൽ ആരാ പിടിക്കുന്നത്? कि फीडिंग बोतल कौन पकड़ता है? കൊച്ചു കുഞ്ഞുങ്ങളാ. छोटे बच्चे. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ. കൊച്ചു കുഞ്ഞുങ്ങൾ സഭായത്തിന് വന്നാൽ ഇങ്ങനെ ഫീഡിംഗ് ബോട്ടിലൊക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും. कि ഹല്ലേലൂയ. छोटे बच्चे अगर आएगा तो क्या करेगा? दूध का बोतल पकड़ के പൗലോസ് रखेगा. ഇവിടെ ഞാനിപ്പോ നിങ്ങളൊക്കെ കാണുന്നത് ഫീഡിംഗ് ബോട്ടിൽ പിടിച്ചോണ്ടിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ. कि पौलुस बोलते मैं अभी आपको क्या कि छोटे बच्चे के जैसा देख रहा हूं. ഹല്ലേലൂയ. പക്ഷെ വിശ്വാസത്തിൽ വന്നിട്ട് എത്ര വർഷമായി? लेकिन विश्वास में आके कितना साल हुआ? 30-40 വർഷമായി. 30-40 साल हुआ. ഇപ്പോഴും പാല് കുടിച്ചോണ്ടിരിക്കുക. अभी भी दूध पी रहे हैं. ഹല്ലേലൂയ. ഇപ്പോഴും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവര് എല്ലാവരും ഫോൺ ചെയ്തിട്ട് പറയും, സഹോദരൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. अभी भी एक समस्या आएगा तो सबको फोन करके बोलेगा भाई मेरे लिए എന്നിട്ട് प्रार्थना പുള്ളി करना. പ്രാർത്ഥിക്കില്ല. और वो प्रार्थना नहीं പുള്ളി करेगा. കിടന്ന് ഉറങ്ങും. वो जगह सोएगा. പാസ്റ്റർ വിളിച്ചിട്ട് പറയും, പാസ്റ്ററെ പ്രാർത്ഥിച്ചോണം കേട്ടോ. ഹല്ലേലൂയ. वो पास्टर को फोन करके बोलेगा കാരണം पास्टर प्रार्थना करना. വിശ്വാസത്തിൽ കുഞ്ഞാ. क्योंकि विश्वास में സ്വന്തം बच्चा है. കാലിൽ നിൽക്കാൻ ആരോഗ്യം വന്നിട്ടില്ല. वो अपने खुद के पैर में खड़ा नहीं होता. ആരോഗ്യമുള്ള ദൈവമക്കൾ എങ്ങനെയാണെന്നറിയാമോ? लेकिन तंदुरुस्त परमेश्वर के बच्चे कैसे അവരൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയിട്ട് പറ്റാത്തത് മാത്രമേ മുന്നോട്ട് കൊണ്ടുവരത്തുള്ളൂ. वो जो प्रार्थना करके जो नहीं होते वही आगे लेके आता है. Hello. आमीन.
ഞാൻ ഇടയ്ക്കൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? मैं बीच बीच में बताया है, പുതുതായിട്ട് വിശ്വാസികൾ വരുമ്പോ जब नया विश्वासी आएगा, നമ്മളെ എപ്പോഴും വിളിച്ചുകൊണ്ട് ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, നമുക്ക് വലിയ സന്തോഷം അങ്ങനെ നമ്മളോട് പറയുന്നത്. जब नया विश्वासी हमसे कहते हैं आप ब्रदर मेरे लिए प्रार्थना करना, हमें अच्छा 4 लगता വർഷം है। കഴിയുമ്പോൾ പുള്ളി പിന്നെ ഫോൺ ചെയ്യത്തില്ല. वो 4-5 साल के हो तो प्रार्थना फोन नहीं നമ്മൾ करते, പറയും, ഈ സിസ്റ്ററിന് പഴയതുപോലെ എന്നോട് സ്നേഹമില്ല. और हम बोलते हैं भाई को पहले के समय प्यार नहीं ആ है, സിസ്റ്ററിന് സ്നേഹം കുറഞ്ഞിട്ടല്ല, वो बहन का प्यार ആ कम हुआ बोल के സിസ്റ്റർ नहीं। അന്നൊരു കുഞ്ഞായിരുന്നു, നിന്റെ ആവശ്യം ആ സിസ്റ്ററിനുണ്ടായിരുന്നു, ഇന്ന് തന്നെ പ്രാർത്ഥിച്ച് പ്രാപിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ ആവശ്യമില്ല. तभी वो बहन छोटी थी, बच्ची थी, तुम्हारा जरूरत था, आज उसकी जरूरत नहीं है, वो प्रार्थना करके प्राप्त कर रहे നമുക്ക് हैं। അവരോട് ഒരു പണക്കും തോന്നുന്നുണ്ട്, हमें उससे कोई बिगड़ना नहीं है, സന്തോഷം തോന്നണം. हमें आनंद होना है। എന്റെ കുഞ്ഞ് വളർന്നു, मेरा बच्चा बड़ा हुआ, എന്റെ ആവശ്യമില്ലാതെ 2 കാലം നിൽക്കാൻ പഠിച്ചു, ശരിയല്ലേ? बिना मेरे जरूरत के 2 पैर में रुक सकता है। ഹാലലൂയ. ദൈവമക്കൾ വളരണം, परमेश्वर के बच्चे बढ़ना ദൈവമക്കൾ है, സിദ്ധരായി തീരണം. परमेश्वर के बच्चे सिद्ध बनना